ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീക്കെൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ വീക്കെൻഡായിട്ട് ഫസ്റ്റുള്ള പരിപാടി ഇതാണ്. നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവ് എടുക്കാം. അപ്പോൾ ഈ കടലമാവ് എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്ന് തന്നെയാണ് അല്ലേ. നല്ല ക്ലെൻസിങ് ഏജൻ്റാണ്. അതുപോലെ സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ് ഈ കടലമാവ്. അതിലേക്ക് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറായിട്ടുള്ള നമ്മുടെ തേൻ ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന തേനൊക്കെ അത്രയും തേനാണോ എന്നുള്ളത് നമുക്ക് ഡൗട്ട്ഫുള്ളാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഒറിജിനൽ ചെറുതേനീച്ചയുടെ തേനാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. തേൻ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലപോലെ ആൻറ്റി ഏജൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ചുളിവുകളുണ്ടെങ്കിൽ മാറും. നല്ലപോലെ കളറൊക്കെ വെക്കാനായിട്ടും ഡീറ്റാൻ ആവാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ അതിൻ്റെ കൂടെ പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. പാലിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ. ക്ലെൻസിങ് ഏജൻ്റാണത്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. നന്നായിട്ട് ഇതേപോലെ ക്രീമി ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കണ്ണിൻ്റെ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്യരുത്. അവിടുത്തെ സ്കിന്നൊക്കെ വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്. പെട്ടെന്ന് തൂങ്ങിപ്പോകാനും അതുപോലെ തന്നെ ഇങ്ങനെ ചുളിവ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കൈയും കാലൊക്കെ എക്സ്പോസ് ആവുന്നുണ്ട് സൺലൈറ്റിലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫേസിലേക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. 2 ടേബിൾ സ്പൂൺ കടലമാവ് ധാരാളമാണ് കേട്ടോ. പിന്നെ ഉണങ്ങി ഭയങ്കര ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഇതങ്ങ് കഴുകി കളയണം. അല്ലെങ്കിൽ ചുളിവ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും അതുപോലെ തന്നെ ഉണങ്ങുന്നതിന് മുന്നേ അങ്ങ് കഴുകിക്കളയാം. സോ ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീക്കെൻഡ് ആയിട്ടുള്ള കുറച്ച് ട്രിപ്പാണ്. എല്ലാവരും വീക്കെൻഡായിട്ട് കുറച്ച് എൻജോയ്മെൻറ്റിലൊക്കെ ആയിരിക്കും അല്ലേ. നമ്മളപ്പോൾ ഇന്നലെ തന്നെ വീക്കെൻഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അധികം വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ പോയി കുറച്ച് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ ഷാർജയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൈനീസ് വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ചിക്കാഗോ. ചെറിയ റെസ്റ്റോറൻ്റാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചൈനീസ് വിഭവങ്ങളൊക്കെ. അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ ഓർഡർ ചെയ്തത് ചിക്കൻ മോമോസാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, സ്റ്റീംഡ് ചിക്കൻ മോമോസ്. പിന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള പിസ്സ ആണ്, മഷ്റൂം പിസ്സ. പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസും ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നൂസിൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് അവളെ ഒരു പാർക്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. അൽമജാസ് പാർക്കാണ്, വാട്ടർ ഫ്രണ്ട് പാർക്കില്ലേ, അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടിപൊളിയാണ്. ഇവിടെയുള്ളവരൊക്കെ ആണെങ്കിൽ വീക്കെൻഡൊക്കെ ആകുമ്പോൾ അവിടെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ റൈഡ് ചെയ്യാനും അതുപോലെ സൈക്കിളൊക്കെ ഓടിക്കാനും ഒക്കെ ഒത്തിരിയധികം സ്പേസ് ഉണ്ട്, നടക്കാനും ഓടാനും ചാടാനും ഒക്കെ. അതുപോലെ അവിടെ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ കുറേ അധികം ഗെയിംസൊക്കെ അവൈലബിൾ ആണ്. ഇന്നൂസ് ഇതിൽ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. വാട്ടർ ബബിൾ ബോൾ അല്ലെങ്കിൽ സോക്കർ ബോൾ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ കുറച്ച് ഏജ് ലിമിറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാനായിട്ട്. കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ആണ് ഇതിൽ കയറാൻ പറ്റുക കേട്ടോ. നല്ല രസമാണല്ലേ കാണാനായിട്ട് തന്നെ. പിന്നെ ഇതേപോലെ നമ്മുടെ സൈക്കിളും എടുത്തിട്ട്, അതായത് നമ്മുടെ സ്ലൈഡല്ലല്ലോ, സ്കേറ്റിംഗ് ബോർഡ്, കുട്ടികളുടെ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്ന ഇതേപോലത്തെ സ്കേറ്റിംഗ് ബോർഡാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇന്നൂസിനുണ്ടായിരുന്നത് 2 വീല് ഫ്രണ്ടിലും 1 വീല് ബാക്കിലുമുള്ള സ്കേറ്റിംഗ് ബോർഡാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 കാലും കയറ്റി വെച്ചിട്ട് ഓടിക്കാനൊക്കെ അവൾ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 2 വീല് ബാക്കിലും 1 വീല് ഫ്രണ്ടിലും ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ഓടിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. ഇവിടെ നല്ല രസത്തിലുള്ള വാട്ടർ ഇതേപോലെ ഫ്ലോ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്, നല്ല വൈബാണ് ഇവിടെ. വെറുതെ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. എന്തായാലും ഒരാഴ്ച ആകുമ്പോഴേക്കും നിറച്ചും വർക്ക് ലോഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കും. സോ ഇങ്ങനെ വീക്കെൻഡിലൊന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അടിപൊളിയല്ലേ. അതുകൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ നൈറ്റ് ടൈമിൽ വരുന്നത്. നൈറ്റാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. എനിക്ക് മാത്രമാണ് ഈ വീക്കെൻഡിൽ ഓഫുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇന്നൂസ് ഈ റൈഡ് കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇതിൽ കയറാം. നമുക്ക് 10 മിനിറ്റ്സ് ഓടിക്കണമെങ്കിൽ 20 dirhams പേയ്മെൻറ്റ് ഉണ്ട്. സോ ഇതേപോലെ പപ്പായും മോളും ഒക്കെ ആയിട്ട് ഇതേപോലെ റൈഡ് ചെയ്ത് നടക്കുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈ വട്ടത്തെ വീക്കെൻഡ് കേട്ടോ.
അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ള ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം കേട്ടോ. നല്ല റിസൾട്ട് വരുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് തന്നെയാണ്. ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും കടലമാവ് കുറച്ച് ഡ്രൈ ആക്കും സ്കിന്നിനെ. പക്ഷെ നമ്മളിവിടെ തേനും പാലും ഒക്കെ ഉപയോഗിച്ചേക്കുന്നത് കൊണ്ടിട്ട് നല്ലപോലെ വർക്കാവും. ഇതേപോലെ തന്നെ കടലമാവിൽ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്തൊക്കെ കിട്ടാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയാം. ഇന്നൂസ് ഇവിടെ തന്നെ ഹാൻഡിലൊക്കെ ആക്സിലറേറ്ററൊക്കെ കൊടുത്തിട്ട് ഓടിക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ കയറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എങ്ങനെ ഇതൊക്കെ ആക്സസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പഠിക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീക്കെൻഡിൻ്റെ കഥകളൊക്കെ. അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ അടിപൊളിയായിട്ടുള്ള കുക്കിംഗ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. till then take care, bye. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. Papa.